അപ്പോൾ എല്ലാവരും ശീതകാല പച്ചക്കറികളൊക്കെ നട്ടിട്ട് എന്ത് വളം കൊടുക്കുമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി, ലെറ്റ്യൂസ്, ക്യാരറ്റ്, ഇങ്ങനെ ചൈനീസ് ക്യാബേജ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാവരും ഇപ്പം നട്ടിട്ട് ഒരു 7-8 ഇലയൊക്കെ ആയി നിൽക്കുന്നതായ ഒരു സമയം. അപ്പം എൻ്റെതും അതേപോലെ നിൽക്കുകയാണ്. ഒരു 7-8 ഇലയൊക്കെ വന്നിട്ട് ഇങ്ങനെ അടുത്ത വളത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം അതിന് നമ്മൾ ഈ ഒരു അത്യാവശ്യമായിട്ട് ഈ വളം കൊടുക്കേണ്ടത് ഉണ്ട്. അപ്പോൾ ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടിരിക്കുന്നതായ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ വളം കൊടുക്കുകയാണ്. ഈ അടിപൊളിയായിട്ടുള്ള വളം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശീതകാല പച്ചക്കറിയിൽ നിന്ന് നമുക്ക് നല്ല ഹെഡുകളൊക്കെ വന്നിട്ട് നമുക്ക് നല്ല മുഴുത്ത കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. മെറിൻ്റെ വീടിൻ്റെ പാല് കാച്ചുമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം നമുക്ക് കൃഷി വീഡിയോസൊന്നും അധികം കാണിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം എനിക്ക് അവിടെ നിന്നെങ്കിലും എൻ്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്തായെന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അവരെല്ലാം അത്യാവശ്യം ആരോഗ്യത്തോടൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിന് ചേർക്കുന്നതായ വളങ്ങളാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത്. നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ലൈക്കും അതുപോലെ കമൻറ്റുകളൊക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി നിങ്ങളും തിരിച്ചും അതേപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എനിക്ക് കൃഷി വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഒരു ടെൻഡൻസി കൂടി കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ വളം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കോഴിവളമാണ്. കോഴിവളം നമ്മൾ ഡയറക്റ്റ് എന്തായാലും ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതൊരു 2-3 മാസമെങ്കിലും നമ്മൾ റിങ്ങിനകത്ത് ഇട്ടിട്ട് സമ്പുഷ്ടീകരിച്ചതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നിനും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ റിങ്ങെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് റിങ്ങിനകത്ത് ഇടണമെന്നില്ല. വെറുതെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് കൊണ്ടിട്ടിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമ്മുടെ കൃഷിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് ചെടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വാരിയിട്ട് കൊടുക്കാവുന്നതാണ്. പയറിനൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പയറൊക്കെ പിടിക്കും. ഇനി ഇത് ഓരോന്നിൻ്റെയും ചുവട്ടിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രോ ബാഗിനകത്ത്, ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ ചന്തമൊന്നും നിങ്ങൾ നോക്കേണ്ട, ആദ്യത്തെ ഗ്രോ ബാഗാണത്. ഇതൊക്കെ പഴകിപ്പോയി, എന്നാലും വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിനകത്ത് ഇതെല്ലാം നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ലൈനകത്ത് മൊത്തം ബ്രൊക്കോളിയാണ് നട്ടിരിക്കുന്നത്. ബ്രൊക്കോളി കുറച്ച് ഗ്രോ ബാഗിനകത്തും കുറച്ച് പറമ്പിലോട്ട് നട്ടിട്ടുണ്ട്. ബ്രൊക്കോളിയുടെ ഇലയൊക്കെ അതിൻ്റെ ഫ്രില്ല് വെച്ച മാതിരി ഇതേപോലെ ഇരിക്കും, കണ്ടില്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ കോളിഫ്ലവറാണ്. കോളിഫ്ലവറിൻ്റെ ഇലയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളപ്പാട മാതിരി ഇങ്ങനെ കാണും, കണ്ടല്ലോ. ഒരുപാട് ഫ്രില്ല് വെച്ച മാതിരി കാണത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇലയിൽ നിൽക്കുന്നത്, കണ്ടോ. ഇങ്ങനെ ഇരിക്കും. പിന്നെ ക്യാബേജ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നട്ടിരിക്കുന്നത്. അതിൻ്റെ ഇല ഒരു വട്ടത്തിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. തീരെ പൊടി തൈ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ ഭയങ്കര പാടായിരിക്കും. ഇനി പറമ്പിൽ നമ്മുടെ ചൈനീസ് ക്യാബേജ് നട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മണ്ണ് ഇങ്ങനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മണ്ണ് ഒരുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ തണുപ്പ് പിടിച്ചിട്ട് തവളയൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് വളവും ഇട്ടിട്ട് നമുക്ക് വാരി നടുവാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുമ്മായം ഇട്ട് നമുക്ക് 15 ദിവസം കാത്തിരിക്കേണ്ടത് കാര്യം വരുന്നില്ല. അപ്പോൾ ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. മഴയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ടിരുന്നാൽ അല്പം വെള്ളമൊക്കെ വീണിട്ട് നമ്മളങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി. ഇതിനകത്ത് നമ്മൾ നട്ടപ്പോഴും നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു നട്ടത്. പിന്നെ ഇനി അടുത്ത വളം കൊടുക്കുക. നമ്മുടെ മണ്ണ് കാണുമ്പം തന്നെ അറിയാം നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി കുറച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇങ്ങനത്തെയുള്ള സാധനമൊക്കെ എല്ലാവരുടെയും കാണുമായിരിക്കും, കൃഷിയൊക്കെ ചെയ്യുന്നവരുടെയിൽ. ചെറുതായിട്ടൊന്ന് മണ്ണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രോ ബാഗൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. കോഴിവളം കിട്ടാത്തവർക്ക് മാത്രം പിന്നെ ചാണകമോ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലൊരു വളം കേട്ടോ. തഴച്ച് കയറി ഇഞ്ഞ് വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഈ വളം അങ്ങ് തീർന്നതിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇനി ഒരു 2 ദിവസം കഴിയുമ്പം തന്നെ ഇതിൻ്റെ വളർച്ച നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഉള്ളി നട്ടവർക്കും ഒക്കെ ഈ കോഴിവളം ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ചെവിട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തിട്ട്
വളം ഇട്ടിട്ട് പിന്നെ നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് അത് ശരിക്കും വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എല്ലാത്തിനും നമുക്ക് ഇതേപോലെ വളം ഇട്ട് കൊടുക്കണം. ആ പരുവത്തിൽ നിൽക്കുകയാണ് എല്ലാം ഇത്. നമുക്ക് ഈ മണ്ണ് തന്നെ വേണമെങ്കിൽ എടുക്കാം. കുമ്മായൊക്കെ ഇട്ട് വെച്ചേക്കുന്ന മണ്ണാണ്. 2 ആഴ്ച മിനിമം 2 ആഴ്ച എന്നാണ് പറയുന്നത്. ഒരു 10 ദിവസമെങ്കിലും കുമ്മായം ഇട്ട് കിടക്കണം. എല്ലാത്തിനും ഇതേപോലെ ഇത് നീണ്ട് തണ്ട് വരുന്നതിനനുസരിച്ച് മണ്ണും വളവും കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ വരുന്നില്ല. നല്ലതുപോലെ നല്ല വലിപ്പത്തിലുള്ളതായ കായകൾ നമുക്ക് കിട്ടും. ജൈവ സ്ലറി ഇപ്പോഴേ കലക്കി വെച്ചോണം. അപ്പം പച്ചച്ചാണകം ഇല്ലെന്ന് കരുതി ഉണക്കച്ചാണകം ഉണ്ടെങ്കിൽ ഉണക്കച്ചാണകം ആയാലും മതി. കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും കൂടി ഇട്ടിട്ട് പുളിപ്പിക്കുക. അപ്പോൾ ഞാൻ ബ്രൊക്കോളിക്കാണ് ഇട്ടത്. ഇനി ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നിൽക്കുകയാണ്. എല്ലാത്തിനും ഇതേപോലെ വളം അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ട് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇത് വളർന്നു വരുന്നതായിരിക്കും. ഇങ്ങനത്തുള്ള ചെടിയൊക്കെ ശീതകാല പച്ചക്കറികൾ നട്ടിട്ടുള്ളവരെല്ലാം ഇതേപോലെ വളപ്രയോഗം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോഴിവളം ഇല്ലയെന്ന് കരുതി ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ സൂപ്പർ മീൽ പിന്നെ ചാണകം മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇതിന് ഏറ്റവും നല്ലൊരു വളം ഇതാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉള്ളവരൊക്കെ ചെയ്യുക. അടുത്തു നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ശീതകാല പച്ചക്കറികളൊക്കെ നടണമെന്ന് ഒരുപാട് ആഗ്രഹം കാണുമായിരിക്കും. തീർച്ചയായിട്ടും നടണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ലതുപോലെ പിടിക്കും. നേരത്തെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തും കൂടാതെ എല്ലാ തരം പച്ചക്കറി വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് അടുത്തൊക്കെ തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ 5 കോളിഫ്ലവർ, 5 ക്യാബേജ്, 5 ബ്രൊക്കോളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കോഴിവളം ഉണ്ടല്ലോ, നമ്മളെ തെങ്ങിൻ്റെയൊക്കെ തടത്തിലോ വാഴത്തടത്തിലോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണും മൂടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ചീരയൊക്കെ നടാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് കിളിച്ച് വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് നമ്മുടെ തെങ്ങിൻ തടത്തിലെ ചീര കൃഷി എന്നും പറഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൊക്കത്തിൽ ചീര വളർന്നു വരും. അപ്പം ഇതൊക്കെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇനി കൃഷി ചെയ്യാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷിയിലോട്ട് വരിക. കുറച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളതെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് നമ്മുടെ ചൈനീസ് ക്യാബേജാണ്. അതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന് ഹെഡൊന്നും വിരിയാൻ സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചൈനീസ് ക്യാബേജ് നടുന്നത്. ഇതിൻ്റെ വിത്തുകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിവിടെ എല്ലാം ഞാൻ ഓരോന്നും നട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബ്രൊക്കോളിയാണ്. ആദ്യമേ നട്ട ബ്രൊക്കോളിയാണ് ഇത്. അവിടെ നട്ടേക്കുന്ന കോളിഫ്ലവർ. ഇവിടെ കുറച്ച് പറമ്പിൽ ഞാനിങ്ങനെ ക്യാബേജ്, ബ്രൊക്കോളി, നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നട്ടിരിക്കുക. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. പറമ്പിൽ നട്ടപ്പോൾ അതിൻ്റെ നിറം കണ്ടില്ലേ? നിറമൊക്കെ വെയിൽ കിട്ടുമ്പോൾ അതിന് വേറെ നിറം, തണലത്ത് നിൽക്കുമ്പോൾ വേറൊരു നിറം. ഇവിടെ ഇങ്ങനെ കുറേ ക്യാബേജും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തറയിൽ നിന്ന് ഉയരുന്നതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണും കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശീതകാല പച്ചക്കറികൾക്ക് എന്ത് വളം കൊടുക്കണമെന്നും എപ്പോൾ കൊടുക്കണമെന്നും ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളങ്ങളൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വിത്തുകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്തതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലത് എത്തുന്നതായിരിക്കും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ മെറുംകുട്ടി ഒരു കോഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടിപൊളി കുഷ്യൻ തുന്നുന്നത്. അപ്പം കുറേ അധികം ആൾക്കാർ ആ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ അഭിപ്രായം ഇതിനകത്ത് പറയാൻ പറ്റുന്നതല്ല എങ്കിൽ തന്നെയും അത് ആരൊക്കെ എടുത്തു, അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാനുണ്ടെങ്കിൽ എൻ്റെ കുട്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് എനിക്കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അത് കോഴ്സ് വാങ്ങിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.